നോമ്പിൻ്റെ ഫറലുകൾ. നോമ്പിനിക്ക് 2 ഫറലുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് നോമ്പിൻ്റെ നിയത്ത്. അതായത് നോമ്പിനിക്ക് നിയത്ത് കരുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫറല്. അപ്പോൾ നിയത്തിൻ്റെ രൂപം വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ നിയത്ത്. അതായത് നവൈത്തു സൗമഗദിൻ അൻ അദായി ഫർദി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്നാണ് നമ്മൾ നിയത്ത് കരുതേണ്ടത്. ഈ വർഷത്തെ അദാ ആയ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത്. ഈ നിയത്ത് അറബിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. മലയാളത്തിൽ കരുതിയാലും ശരിയാകും. പറ്റുന്ന ആളുകൾ അറബിയിലും മലയാളത്തിലും രണ്ടിലും കരുതാവുന്നതാണ്. നിയത്ത് കരുതുക എന്നുള്ളത് നിർബന്ധമാണ്. കരുതോടൊപ്പം വായ കൊണ്ട് പറയൽ നല്ലതാണ്. നിയത്ത് കരുതേണ്ട സമയം മഗ്‌രിബിന് ശേഷം സുബഹി ബാങ്കിന് മുന്നേ ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിയത്ത് കരുതാം. ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫർദായ നോമ്പുകളുടെ നിയത്ത് സുബഹി ബാങ്കിന് മുന്നേ തന്നെ നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ ചിലരുടെ സംശയം, അത്തായ സമയത്ത് ഉണർന്നാണ് നിയത്ത് കരുതുന്നതെങ്കിൽ ആ നിയത്തിൽ നാളെ എന്നാണോ ഇന്ന് എന്നാണോ കരുതേണ്ടത് എന്നുള്ളതാണ്. അതായത് സുബഹി ബാങ്കിന് ഒരൽപ്പം മുന്നേയുടെ സമയം നിയത്ത് കരുതുകയാണെങ്കിൽ ആ സമയത്തും നിയത്ത് കരുതുകയാണെങ്കിൽ ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്, ഇന്ന് എന്നല്ല നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇനി അടുത്തതായി നോമ്പിൻ്റെ 2ാമത്തെ ഫർളാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് നോമ്പ് മുറിയുക? 4 കാര്യങ്ങളെ കൊണ്ടാണ് പ്രധാനമായും നോമ്പ് മുറിയുക. ഈ 4 കാര്യങ്ങളെ തൊട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ജിമാ. സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും. 2ാമത്തെ വിഷയമാണ് ഇസ്തിംനാ. അപ്പോൾ മാസ്റ്റർബൂഷൻ ചെയ്തതുകൊണ്ട് നോമ്പ് മുറിയും. ഇനി നോമ്പ് മുറിയുന്ന 3ാമത്തെ കാര്യമാണ് ഉണ്ടാക്കി ഛർദ്ദിക്കുക. അപ്പോൾ ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. അപ്പോൾ നമ്മൾ വിരലുകളൊക്കെ നമ്മുടെ തൊണ്ടക്കകത്തിട്ട് ഉണ്ടാക്കി ഛർദ്ദിച്ചാലാണ് നോമ്പ് മുറിയുക. അപ്പോൾ നോമ്പ് നോക്കിയ ഒരാൾ അറിയാതെ ഛർദ്ദിച്ചു പോയി. അങ്ങനെ അറിയാതെ ഛർദ്ദിച്ചു പോയതുകൊണ്ട് നോമ്പ് മുറിയില്ല. ഉണ്ടാക്കി ഛർദ്ദിച്ചാലാണ് നോമ്പ് മുറിയുക. ആവശ്യം ശ്രദ്ധിക്കുക. ഇനി നോമ്പ് മുറിയുന്ന 4ാമത്തെ കാര്യമാണ് തുറക്കപ്പെട്ട ദ്വാരത്തിലേക്ക് വല്ലതും പ്രവേശിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാലൊക്കെ നോമ്പ് മുറിയും, നോമ്പ് നോക്കി. അതേപോലെ തന്നെ തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറയുമ്പോൾ അത് മൂക്ക് അതിൽപ്പെടും, അതേപോലെ ചെവി അതിൽപ്പെടും, ഗുഹ്യഭാഗങ്ങളൊക്കെ അതിൽപ്പെടും. ഇതിൻ്റെ അകത്തിലൂടെയൊക്കെ വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചെവിൻ്റെ അകത്തിലേക്ക് നമ്മൾ വല്ലതും പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയും. അതേപോലെ തന്നെ മൂക്കിൻ്റെ അകത്തിലൂടെ വല്ലതും പ്രവേശിച്ചാൽ നോമ്പിനെ ബാധിക്കും. ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതേ സമയത്ത് കണ്ണിൻ്റെ അകത്ത്, അപ്പോൾ കണ്ണിലേക്ക് മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയില്ല. സുറുമയൊന്നും ഇടാൻ നമ്മൾ പാടില്ല. അതിന് സുറുമ ഇട്ട് പോയാൽ നോമ്പ് മുറിയില്ല. സുറുമ നോമ്പിൻ്റെ സമയത്ത് ഇടൽ ഒരിക്കലും നല്ലതല്ല. പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. ഇനി സുറുമ ഇട്ട് പോയാൽ നോമ്പ് മുറിയില്ല. ആവശ്യം ശ്രദ്ധിക്കണം. ഒരാൾ നോമ്പ് നോക്കി അറിയാതെ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ അറിയാതെ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല. മനഃപൂർവ്വം ചെയ്താലാണ് നോമ്പ് മുറിയുക. ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനൊന്നും നിൽക്കരുത്. പക്ഷെ നോമ്പുകാരനാണെന്ന് അറിയാതെ വെള്ളം കുടിച്ചു പോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു പോയി എന്നാൽ നോമ്പ് മുറിയുന്നതല്ല. ഇതൊക്കെയാണ് നോമ്പ് മുറിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കാം.